ഔട്ട് പരേഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. ചടങ്ങിൽ ആദ്യം SPC ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ആണ് നടത്തപ്പെടുന്നത്. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് നടത്തുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ ബഹുമാന്യനായ മാനേജർ റവറൻഡ് ഫാദർ തോമസ് കരിമ്പൻകാലയെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കുട്ടികൾ കോട്ടയിലേക്ക് മടങ്ങുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. കുമാരി ബെസ്ന ബിജോയ്. അടുത്തതായി പരേഡ് കമാൻഡർക്ക് 2ICയിൽ നിന്നും പരേഡിന്റെ ചുമതല കൈമാറുന്ന ചടങ്ങ്. നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് സല്യൂട്ട് നൽകി അവരെ ആദരിച്ച് പവലിയനിലേക്ക് തിരിച്ചാനയിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. ആദ്യമായി കുട്ടികളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ ബഹുമാന്യനായ മാനേജർ റവറൻഡ് ഫാദർ തോമസ് കരിമ്പൻകാലയെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കുട്ടികളുടെ സല്യൂട്ട് ഏറ്റുവാങ്ങുന്നതിനായി കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന ബിജുവിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനുമായ സബ് ഇൻസ്പെക്ടർ ബഹുമാനപ്പെട്ട KG മോഹനൻ സാർ, രാജു സാർ, പ്രസിഡന്റ് ശ്രീമതി ജീന ഇബ്രാഹിം, നമ്മുടെ ചീഫ് ഗസ്റ്റ് മാഡം പ്ലാന്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ VIP-കൾ ചീഫ് ഗസ്റ്റിനെ സ്വീകരിച്ച് ഒന്നിച്ച് വരുന്നതിനായിട്ട് പ്ലാന്റ് കുട്ടികൾ നിൽക്കുന്ന ആ ഭാഗത്തേക്ക്
നന്ദി സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ആദരവർദ്ധിച്ച് കേഡറ്റുകൾ സല്യൂട്ട് ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടത്തപ്പെടുന്നത്. ചീഫ് ഗസ്റ്റിനെ പരേഡ് ഇൻസ്പെക്ഷനായി ക്ഷണിക്കുന്നു. ഉത്തരവാദിത്തബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും ഞാൻ പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേഡറ്റ്സിന്റെ മാർച്ച് പാസ്റ്റ് ആരംഭിക്കുന്നു.
and general salute. Parade! General salute! Salute! നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മെറിൻ മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫസ്റ്റ്ലി ഇത്രയും ഭംഗിയായിട്ട് ഇന്നിവിടെ പരേഡ് പ്രസന്റ് ചെയ്ത എല്ലാ SPC കേഡറ്റ്സിനും എൻ്റെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ട്രൂലി ഒരു ടോപ്പ് ക്ലാസ് പരേഡായിരുന്നു. നല്ല കമാൻഡ്സും നല്ല കട്ടിങ്ങും നല്ല കോർഡിനേഷനും ഉള്ളൊരു പരേഡായിരുന്നു. ഇത് കണ്ടപ്പം എനിക്ക് എൻ്റെ ഓൺ പാസിംഗ് ഔട്ട് പരേഡാണ് ഓർമ്മ വന്നത്. October 31st, 2014 നാഷണൽ പോലീസ് അക്കാഡമിയിൽ നിന്ന് ഞാനൊരു IPS ഓഫീസറായിട്ടും ഇങ്ങനെ ഒരു പരേഡിൽ കൂടി ആയിരുന്നു പാസ് ഔട്ട് ചെയ്ത് പോയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ വളരെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ്. ഇതുവരെ ഞാൻ എൻ്റെ മൂന്നാർ പോസ്റ്റിംഗ് തുടങ്ങിയതിന് ശേഷം കുറേ സ്കൂളുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെല്ലുന്ന എല്ലാ സ്കൂളിലും SPC ഇല്ലാത്ത സ്കൂളിലെ കുട്ടികൾ എന്നോട് ആദ്യം ചോദിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ എന്താ SPC ഇല്ലാത്തെന്നാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് വലിയൊരു ഭാഗ്യമാണ്. എല്ലാ കുട്ടിക്കും കിട്ടുന്ന ഒരു അവസരമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ ഇതിന്റെ ഫുൾ ബെനിഫിറ്റ് എടുക്കണം. ഇതിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. ഒരു SPC കേഡറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മോഡൽ സ്റ്റുഡൻ്റ് ആണ്. ബാക്കിയുള്ള കുട്ടികൾ നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് ആയിരിക്കണം പഠിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് കണ്ടായിരിക്കണം അവര് അതുപോലെ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ കാണിക്കുന്ന എല്ലാ ആക്ഷൻസും നിങ്ങളുടെ ബിഹേവിയറും എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം. ഇന്നത്തെ പരേഡ് കമാൻഡർ ഒരു പെൺകുട്ടിയാണ്. ഒരു പ്ലറ്റൂണിന്റെ കമാൻഡർ ഒരു പെൺകുട്ടിയാണ്. ഇത് ചെറിയൊരു അച്ചീവ്മെന്റ് അല്ല. ഞാൻ നാഷണൽ പോലീസ് അക്കാഡമിയിലായിരുന്നപ്പം എനിക്കൊരു പ്ലറ്റൂൺ കമാൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയായിരുന്നു. പക്ഷെ ഒരു പരേഡ് കമാൻഡ് ചെയ്യാനുള്ള ചാൻസ് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് ഒരു പരേഡ് കമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി കോൺഫിഡൻസും ഒത്തിരി സ്റ്റാമിനയും വേണ്ടിയ ഒരു ടാസ്ക് ആണ്. അതുകൊണ്ട് ഐ സ്പെഷ്യലി കൺഗ്രാറ്റുലേറ്റ് ടുഡേസ് പരേഡ് കമാൻഡർ. നിങ്ങൾ ഇന്ന് ഇവിടെ ഒരു സക്സസ്ഫുൾ SPC കേഡറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് IPS കിട്ടിയതിന് ശേഷമായിരുന്നു ആദ്യം ഖാക്കി യൂണിഫോം ധരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു സ്കൂൾ കുട്ടിയാകുമ്പം തന്നെ ഒരു യൂണിഫോം സർവീസ്, പോലീസ് സർവീസ്, അതൊരു ചെറിയ കാര്യമല്ല. ഒരു യൂണിഫോം ജോബ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഓർഡിനറി ജോലി പോലെയല്ല. ഇത് കുറെ പ്രോട്ടോകോളും ഒരു ഹെവി സെൻസ് ഓഫ് പ്രൈഡ് ഉണ്ട്. പ്രൈഡ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആൾക്കാർക്ക് ഒത്തിരി എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കുറെ റെസ്പോൺസിബിലിറ്റീസും കുറെ ചുമതലകളും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആക്ഷൻസിൽ കൂടെയോ നിങ്ങളുടെ വാക്കുകളിൽ കൂടെയോ ഈ യൂണിഫോമിന് എപ്പോഴെങ്കിലും ഒരു ഇൻസൾട്ട് വരുന്ന ഒരു രീതി നിങ്ങൾ ഒരിക്കലും പെരുമാറില്ല. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആൻഡ് പ്രൗഡ് മൂമെന്റ്. ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ദിവസം ഇനി ഒരിക്കലും വരത്തുമില്ല. അതുകൊണ്ട് ഇതൊരു വളരെ സ്പെഷ്യൽ ദിവസമാണ്. നിങ്ങളുടെ പേരൻസിൻ്റെയും നിങ്ങളുടെ ഡ്രിൽ ഇൻസ്ട്രക്ടറുടെയും നിങ്ങളുടെ സ്കൂളിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഇത്രയും ഭംഗിയായിട്ട് ഈ പരേഡ് പ്രസന്റ് ചെയ്യാനൊത്തത്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് സപ്പോർട്ട് ചെയ്ത ഇവിടെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വി താങ്ക് യു വെരി മച്ച്. ബിക്കോസ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന കേരള പോലീസിന്റെ ഈ പ്രോജക്റ്റ് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത്രയും സക്സസ്ഫുൾ ഒരിക്കലും ആകത്തില്ലായിരുന്നു. സോ താങ്ക് യു ഓൾ വെരി മച്ച്. ഇവിടെ എല്ലാ കുട്ടികളെയും വീണ്ടും ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഫ്യൂച്ചറിലെ പോലീസ് ഓഫീസേഴ്സ് നിങ്ങളായിരിക്കും, അത് നിങ്ങൾ ഓർക്കണം. So we look forward to welcoming you into Kerala Police tomorrow and hope you will join us there. Thank you very much. അഭിമാനത്തോടെ ആത്മവിശ്വാസം നമ്മുടെ അണ്ടർ കമാൻഡർ നമ്മുടെ പ്ലറ്റൂൺ കമാൻഡേഴ്സ് മാസ്റ്റർ അജിത് മാത്യുവിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി കടന്നു വരിക. ഈ വർഷത്തെ
താങ്ക് യു മാഡം.